ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി 3 മുട്ട വേണം. നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ പീസസ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ്. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അതിനുശേഷം ഇത് നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആവിയിൽ വേവിക്കുമ്പോൾ ഇതിലോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇഫ്താർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്വീൻസ്. താങ്ക് യു.